ഈ മെലിഞ്ഞിരിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട ന്യൂട്രീഷൻ നിങ്ങളുടെ പ്ലേറ്റിൽ ഉണ്ടായിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഡയറ്റ് നോക്കി ഇനിയെങ്കിലും ആരും മരണത്തിലേക്ക് പോകാതിരിക്കട്ടെ, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഒരു മലയാളി പെൺകുട്ടി യൂട്യൂബിൽ കണ്ട ഒരു ഡയറ്റ് ചെയ്ത് മരണപ്പെടുകയുണ്ടായ വാർത്ത. മെലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡയറ്റ് നോക്കുന്നു, ഭക്ഷണം തീരെ കഴിക്കാറില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് അനറക്സിയ നെർവോസ എന്ന് പറയുന്ന ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു. ന്യൂട്രീഷനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു അവസ്ഥയെക്കുറിച്ച്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഞാൻ എന്ത് കഴിച്ചാലും വണ്ണം വെക്കും, എപ്പോഴും മെലിഞ്ഞിരിക്കണം, എന്ത് കഴിച്ചാലും ഞാൻ വണ്ണം വെക്കുമോ എന്നുള്ളൊരു പേടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഹെൽപ്പ് നിങ്ങൾ തേടണം. ഇതൊരു നമ്മളൊരു ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു അവസ്ഥയാണ്. കാലറി ഡെഫിസിറ്റ് എന്നൊരു കാര്യത്തെ പറ്റി പറയാറുണ്ട്. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലറി ഡെഫിസിറ്റ് നോക്കണം, അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ടും ചെയ്യണം. ഈ മെലിഞ്ഞിരിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. പലരും പറയാറുണ്ട് ഈ കോളർ ബോൺ ഒക്കെ തെളിഞ്ഞ് കാണണം എന്ന്. അത്രയും മെലിഞ്ഞാൽ മാത്രമേ നമുക്ക് അതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് വിചാരിക്കുന്നത് പോലെയാണ് പലരും. അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഹൈറ്റ് ഉണ്ട്, ആ ഹൈറ്റിനൊത്തൊരു വെയിറ്റ് ഉണ്ട്. എന്നിരുന്നാലും ആ ഹൈറ്റിനൊത്ത വെയിറ്റിലാണെങ്കിൽ പോലും നമ്മളുടെ മസിൽ മാസ് കൂടുതലും ഫാറ്റ് പെർസെന്റേജ് കുറവുമായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ബ്ലഡ് മാർക്കേഴ്സ് എല്ലാം ശരിയായിരിക്കണം. നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് ഒരാൾ ഹെൽത്തി ആവുന്നത്. അതുപോലെ തന്നെ ഈ കാലറി ഡെഫിസിറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുക, വാട്ടർ ഡയറ്റ് നോക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, എന്നിട്ട് മെലിഞ്ഞ് ലീനായി ഒരു കോലം കെട്ട അവസ്ഥയിലായി പോവുക എന്ന് പറയുന്നതാണ്. അത്തരത്തിലാവുന്നതാണ് എന്തോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര രീതിയിലുള്ള ന്യൂട്രീഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പൊ എപ്പോഴും കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ട അത്രയും രീതിയിലുള്ള ന്യൂട്രീഷൻ നിങ്ങൾ ആ കാലറി ഡെഫിസിറ്റിലും കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വണ്ണം കുറച്ചൊന്ന് ഹെൽത്തി ആവണം. ഇതിനൊക്കെ നിങ്ങൾ വരുമ്പോൾ പട്ടിണി കിടന്നല്ല നിങ്ങൾ വണ്ണം കുറയ്ക്കേണ്ടത്. അത് എന്റെ ഏതൊരു ക്ലയൻസിനോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ലഞ്ച് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് 150 ഗ്രാം റൈസ്, പയറ് തോരൻ, അതോടൊപ്പം 150 ഗ്രാം തന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാലറി ഡെഫിസിറ്റ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ സാമ്പാറിൽ നിന്ന് ഞാൻ ഈ സാമ്പാർ മുഴുവനൊന്നും എടുക്കില്ല, ഒരു ഗ്രേവി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോൾ അനുസരിച്ച് മെയിൻ്റനൻസ് കാലറിക്ക് മേളിൽ നിങ്ങളൊരു കാലറി സർപ്ലസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോറിന്റെ അളവ് കൂട്ടാം. ഇനി ചിക്കൻ, നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ചിക്കന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഫിഷ് എടുക്കാം, നിങ്ങൾക്ക് ലോ ഫാറ്റ് ബീഫ് എടുക്കാം, മട്ടൺ എടുക്കാം, അല്ലെങ്കിൽ മുട്ടയാണെങ്കിൽ മുട്ട എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 4 ക്യുക്കമ്പറും കുറച്ച് ക്യാപ്സിക്കവും പിന്നെ ഒരു 2 ക്യാരറ്റിന്റെ കഷ്ണവും പിന്നെ കുറച്ച് വെള്ളവും, ഇതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നേരെ പകുതിയാക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് പലതരത്തിലുള്ള വീഡിയോസും റീൽസും പല ചാനൽ ചെയ്യുന്നവരും പലരും പല റീച്ചിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നവരും ഒക്കെ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാൻസും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്ത് ഡയറ്റും നിങ്ങൾക്ക് നോക്കാം. അതിന്റെ അർത്ഥം പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. അപ്പൊ ഈ ഒരു മീലിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാർബ്സ് ഉണ്ട്, നിങ്ങൾക്ക് പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈബർ ഉണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ബാലൻസ് മീല് നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ആഹാരം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഇഷ്യൂസോ അല്ലെങ്കിൽ കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ഒഴിവാക്കി നിങ്ങളുടെ ഗട്ടിനും, ഗട്ട് ഇഷ്യൂസ് ആണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അപ്പൊ നിങ്ങളുടെ ഗട്ടിന് ഏറ്റവും ഹെൽത്തി ആയിട്ട് വരുന്ന രീതിയിലുള്ള ആഹാരം ചൂസ് ചെയ്ത് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഹെൽത്തി ആയിട്ട് കഴിക്കുക. നമ്മുടെ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ട ന്യൂട്രീഷൻ നിങ്ങളുടെ പ്ലേറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഈ സാമ്പാർ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് തൈരും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. കഴിവതും ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ആൾക്കാർക്ക് വണ്ണം കുറയ്ക്കാൻ പട്ടിണി കിടക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു പ്ലേറ്റ് നിങ്ങൾ എടുത്താൽ അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും ഡയറ്റ് നോക്കി ഒരാള് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കാതിരിക്കട്ടെ. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ആരും പോവാതിരിക്കട്ടെ. ഞാൻ ന്യൂട്രീഷൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം അതാണ്. ഡയറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു കല്യാണത്തിനാവാം, ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവന്റിന് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, എല്ലാവരും healthy ആയിട്ടിരിക്കുക. So thank you so much. Eat healthy, sleep well, stay lean and train safe.